ഡോക്ടർ CM ജോയ്, കേരളം ഒരു ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശങ്ക നിഴലിക്കുകയാണ്. കാരണം പതിവിന് വിപരീതമായി ഇടവേളകൾ കുറഞ്ഞുകൊണ്ടുള്ള ഉരുൾപൊട്ടലുകൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ മനുഷ്യന് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പഠന റിപ്പോർട്ടുകളൊക്കെ മുന്നിലുണ്ട്, പക്ഷേ അതെങ്ങനെ പ്രാവർത്തികമാക്കുമെന്നുള്ള ചോദ്യം ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ അവൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷിയിടങ്ങൾ നിർമ്മിക്കുകയും വനനശീകരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടാകും. വൻ മരങ്ങൾ പിഴുതെറിയപ്പെടുമ്പോൾ അവയുടെ വേരുകൾ പിടിച്ചു നിർത്തുന്ന മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും ഒക്കെ ഒഴുകി അവൻ്റെ ആവാസ വ്യവസ്ഥയിലോട്ട് തന്നെ നിലംപതിക്കുന്ന കാഴ്ചയിലേക്കും പോകേണ്ടി വരും. എന്തായാലും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാകണം. ഇനിയൊരു തിരുത്തലുകൾക്ക് സാധ്യമാണോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഇപ്പോൾ പല പഠന റിപ്പോർട്ടുകളും ഉന്നയിച്ചുകൊണ്ട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ളവ ഇപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാകുന്നുണ്ട്. ശരിക്കും കേരളത്തിന് പറ്റിയ അപാകതകളിൽ നിന്നാണോ ഈ ദുരന്ത മുഖങ്ങളൊക്കെ രൂപപ്പെടുന്നത്? കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാട് എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമുക്കറിയാം, അതൊരു വളരെ അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. ഏതെങ്കിലും ഒരു ശാസ്ത്രീയമായ സമീപനത്തിലോ മുൻകരുതൽ എടുക്കാൻ വേണ്ടി എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും അതുപോലും നടപ്പിലാക്കാനായിട്ട് ഈ സർക്കാർ തുനിയുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇന്ന് ആഭ്യന്തര മന്ത്രി പാർലമെന്റിൽ പറഞ്ഞതനുസരിച്ച് 23-ാം തീയതി കേരളത്തിലെ 20 സെന്റിമീറ്ററിലധികം മഴ പെയ്യാനും പ്രളയത്തിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട്. നിങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഇൻഫർമേഷൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ട് പോലും, കാരണം അതനുസരിച്ച് മറ്റു സംസ്ഥാനങ്ങൾ, അദ്ദേഹം തന്നെ പറഞ്ഞു, ഗുജറാത്ത് ആയാലും ഒറീസ ആയാലും അതനുസരിച്ച് മറ്റു സംസ്ഥാനങ്ങൾ നടപടി സ്വീകരിക്കുകയും അവിടെ ഉണ്ടായ മഴക്കെടുതികളിലൊക്കെ മരിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ സ്ഥിരമായിട്ട് ഈ ഇത്തരം ഉരുൾപൊട്ടലും മേഘവിസ്ഫോടനങ്ങളും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ തിക്താനുഭവങ്ങൾ മുഴുവൻ കേരളത്തിൽ ഉണ്ടായിട്ടും അതൊക്കെ മനസ്സിലാക്കി നടപടി സ്വീകരിക്കാനുള്ള ഒരു സമീപനം കേരള സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലാൻഡ് സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഇന്ന് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ലാൻഡ് സ്ലൈഡ് മോണിറ്ററിംഗ് ആൻഡ് ഏർലി വാർണിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഇന്ത്യയിലൊരു സ്റ്റാർട്ടപ്പിന് പേറ്റന്റ് ഉള്ള ഒരു കമ്പനി INTIOT സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവര് 20 സ്ഥലത്ത് ഹിമാചൽ പ്രദേശിലും 3 സ്ഥലത്ത് ഉത്തരാഖണ്ഡിലും അവര് ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. 7 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഈ മണ്ണ് ഇടിഞ്ഞു പോകാൻ പോകുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഇതിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. ഇപ്പം ഈ മരണസംഖ്യ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഉത്തരാഖണ്ഡിലും മേഘാലയയിലും ത്രിപുരയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള എക്സ്ബാൻഡ് പോളാറിമെട്രിക് ഡോപ്ലർ വെതർ റഡാർ. അത് വെച്ച് കഴിഞ്ഞാൽ മേഘവിസ്ഫോടനം എത്ര വരാൻ പോകുന്നു, അതിൽ എത്ര വെള്ളം വരാൻ പോകുന്നു, ഈ ഏത് പ്രദേശത്ത് എത്ര പ്രദേശത്ത് കവർ ചെയ്യും, എവിടെയൊക്കെ പ്രളയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ശാസ്ത്രം വളരെ പുരോഗമിച്ചു. നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് ജില്ലാ കളക്ടർ ആ പ്രദേശം സന്ദർശിക്കാൻ പോയപ്പോൾ ഉരുൾപൊട്ടി അദ്ദേഹം അപകടത്തിൽ പെട്ടതായിരുന്നു. അവരെ രക്ഷിച്ചത് NDRF ആണ്. അപ്പോൾ അവിടെ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്കറിയാം നമ്മുടെ സെക്കന്തരാബാദിലുള്ള നാഷണൽ റിമോട്ട് ഏജൻസി അപ്പപ്പോഴുള്ള വിവരങ്ങൾ, സാറ്റലൈറ്റ് വഴിയുള്ള വിവരങ്ങൾ നമുക്ക് എത്തിച്ചു തരും. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതാക്കാനായിട്ട് അത്രയും മോഡേൺ ആയിട്ടുള്ള ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര ആളുകളാണ്, നിരപരാധികൾ ആളുകളാണ് ഉറങ്ങിക്കിടക്കുമ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇത് ആദ്യമല്ല, നമുക്കറിയാം പുത്തുമലയിലും കവളപ്പാറയിലും ഒക്കെ സംഭവിച്ചു. ഇനിയും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ കേരള സർക്കാരിന്റെ നയം എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇതിന് മുഖ്യമന്ത്രിയുടെ ഒരു മറുപടി ഉണ്ടായിരുന്നു ഇന്ന്. കേന്ദ്രം ഇത് മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിലും മഴ മുന്നറിയിപ്പ് മാത്രമായിരുന്നു, അതുകൊണ്ടാണ് വേണ്ട നടപടികളിലേക്ക് കടക്കാതിരുന്നത്, പതിവിൽ കൂടുതൽ മഴ പെയ്തു എന്നുള്ളതൊക്കെയാണ് ന്യായീകരണമായി പറയുന്നത്. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ
ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഭാരതവും. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ പ്രായോഗിക തലത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ കൃത്യമായി നടപ്പിലാക്കാത്തതാണോ, അല്ലെങ്കിൽ ഗൗരവതരമായി തന്നെ അത് കണക്കാക്കാത്തതാണോ ഇത്ര വലിയ ദുരന്തത്തിന്റെ വ്യാപ്തി ഇങ്ങനെ കൂട്ടിയത്? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, നമ്മുടെ കേന്ദ്രത്തിലുള്ളതുപോലെ തന്നെ ഗവേഷണ സ്ഥാപനങ്ങൾ കേരളത്തിലുമുണ്ട്. നമ്മുടെ സെൻട്രൽ എർത്ത് സയൻസ് ഡിപ്പാർട്ട്മെന്റ്, CWRDM, KFRI, ഇങ്ങനെ തുടങ്ങിയ ശാസ്ത്രന്മാരടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഗവേഷണങ്ങൾ കൊച്ചി സർവകലാശാല പോലെയുള്ള സർവകലാശാലകളിൽ ഈ ഗവേഷണം നടത്തുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിന്റെ കാരണം കണ്ടെത്താനായിട്ടും ഇനി അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും ഇന്ന് വരെ, ഈ നിമിഷം വരെ സർക്കാർ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി നാളെ ഇത് തടയണമെങ്കിൽ, അത് പ്രതിരോധിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ശാസ്ത്രീയ സമീപനമാണ് വേണ്ടത്. അതല്ലാതെ ഇത് കെട്ടടങ്ങി കഴിയുമ്പോൾ ഇത് മറക്കാം. ഇനി അടുത്ത ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഇപ്പൊ കേന്ദ്രത്തെ പഴി പറയുക, അതല്ലാതെ ഈ ഒരു നടപടി. നമുക്കറിയാം, നമുക്കിവിടെ വന്ന സുനാമി വന്നപ്പോഴും നമ്മൾ ഇതുപോലെ നിർജീവമായി, നൂറുകണക്കിന് ആൾക്കാർ മരിച്ചു. ഓക്കി ദുരന്തം വന്നു, അതിനും കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിരുന്നു. നമുക്കത് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ, ഇതിന്ന് രാഷ്ട്രീയമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്, ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളെ ഇരുത്തി ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അല്ലാണ്ട് രാഷ്ട്രീയക്കാരോ മന്ത്രിമാരോ അല്ല. ഇവരൊക്കെ ഇപ്പോ ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നത് പോലും ഈ NDRF പോലുള്ള സംഘങ്ങൾക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല, ഇതിനൊരു ശാസ്ത്രീയമായ പരിഹാരമാണ് വേണ്ടത്. ഇതൊരു കലാമിറ്റിയാണ്, ഈ ഒരു നാച്ചുറൽ കലാമിറ്റിയാണ്. ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പ്രതിരോധം കൊണ്ടേ കഴിയൂ എന്നും കൂടി മനസ്സിലാക്കണം. അതെ.